എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം മൊത്തത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ED എപ്പം വേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അത് അതേ കണക്ക് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിലും വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആൻ്റണി പെരുമ്പാവൂരിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം പൃഥ്വിരാജിന് നോട്ടീസ് കൊടുത്തേക്കുവാണ് ED. അത് പ്രത്യേകിച്ച് ആ ED പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവസാന 2 സിനിമയിൽ വാങ്ങിച്ച പണത്തിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിലാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും ശരി, ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. ED നേരത്തെ തന്നെ ഇങ്ങനെ വരും എന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കേന്ദ്രത്തെയൊക്കെ ഒരു രീതിയിൽ താറടിച്ച് സംസാരിക്കുന്ന രീതിയിൽ സിനിമയിലൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതൊട്ടും വൈകത്തില്ല. അതേ കണക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഗോകുലം ഗോപാലിനും അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂരിനും ഇപ്പോൾ പൃഥ്വിരാജിനും ആ ഒരു നോട്ടീസ് വന്നേക്കുവാണ്. ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സുപ്രിയ പൃഥ്വിരാജ് എന്ത് ചെയ്തു, തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവായിട്ടുള്ള പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ടും കാര്യങ്ങളും ഭയങ്കരമായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിവരിച്ചൊരു പോസ്റ്റായിരുന്നു. അതിൻ്റെ താഴെ ഒരു ഇങ്ങനെ പോസ്റ്റ് ഇട്ട് എഴുതി അവസാനം വന്ന സമയത്ത് തൻ്റെ ഭർത്താവിനെ കുറേയധികം പേര് വിമർശിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറഞ്ഞൊരു ടാഗ് പോലെ, അതായത് പ്രത്യേകിച്ച് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ എടുത്തു വെച്ച് ഭയങ്കരമായിട്ട് ട്രോളുമാണ്. എന്താണ് ഇപ്പം ഇത്ര ഇഷ്യൂ ഒക്കെ നടന്ന സമയത്ത് പൃഥ്വിരാജ് ഒന്ന് പ്രതികരിക്കാനൊന്നും വയ്യേ, അത്രയ്ക്ക് തൻ്റെ ഇടവും കാര്യങ്ങളും ഒന്നും ഇല്ലേ, ആളറിഞ്ഞ് കളിക്കാൻ പറഞ്ഞ് ഇപ്പം ഗവൺമെൻറ്റും അതായത് ഒരു EDയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം എന്താണ് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞ് കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും സുപ്രിയയ്ക്കെതിരെയൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു എഴുതിയ പോസ്റ്റിൽ ആ ഒരു ഡയലോഗാണ് കൂടുതൽ പേരെ എന്ത് ചെയ്ത് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞതെന്ന് തന്നെ പറയാം. ആൾക്കാർ ഭയങ്കരമായിട്ട് അത് പേഴ്സണലായിട്ട് എടുത്തിട്ട് പല ഈ ഒരു ഡിബേറ്റ് ചാനലിൽ നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കുറേ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് സുപ്രിയ ഇതേ കണക്ക് പോസ്റ്റ് ഇട്ടേക്കുന്നത് അതൊക്കെ മനഃപൂർവ്വം ചെയ്തേക്കുന്നതാണ് അങ്ങനെ ഇങ്ങനെയാണെന്നുള്ളൊരു കാര്യം. എന്നിരുന്നാലും ശരി, ഇപ്പം മൊത്തത്തിൽ ED മൊത്തത്തിലുള്ള കാര്യങ്ങളും റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പം പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവസാന 2 സിനിമയിൽ വാങ്ങിച്ച ശമ്പളത്തെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. അത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്.